സുഹൃത്തുക്കളെ നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ ഗ്രാമത്തിലെ സ്കൂളിൽ ഒരു ഫംഗ്ഷൻ നടക്കുകയുണ്ടായി. അതായത് സെൻറ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ കളിയൽ. ഫംഗ്ഷൻ മറ്റൊന്നുമല്ല, നെല്ലിശ്ശേരി ട്രസ്റ്റ് സ്പോൺസർ ചെയ്യുന്ന നവീകരിച്ച ലൈബ്രറിയുടെ ഉദ്ഘാടനവും ഒപ്പം തന്നെ കുട്ടികളെ മത്സര പരീക്ഷയ്ക്ക് സജ്ജരാക്കുന്ന ട്രെയിനിങ് സെൻ്ററിൻ്റെ ആരംഭവും. നല്ലൊരു ഫംഗ്ഷനായിരുന്നു. സ്ഥലം MLA വിശിഷ്ടാതിഥിയായി ആദ്യാവസാനമുണ്ടായിരുന്നു. നെല്ലിശ്ശേരി ട്രസ്റ്റിനോട്, അതിൻ്റെ ഭാരവാഹികളോട് ആദ്യം തന്നെ ഒരു നാട്ടുകാരൻ എന്ന നിലയിൽ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം 10ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് പൂർത്തിയാവുന്നത് വരെയുള്ള ആ ഒരു പീരീഡ് വളരെ വിലപ്പെട്ടതാണ്. ഈ ഒരു സമയത്താണ് ഒരു ഗൈഡൻസിൻ്റെ, ഒരു കരിയർ ഗൈഡൻസിൻ്റെ ആവശ്യം. ഈ സമയത്ത് അവർക്ക് ഗൈഡൻസ് ലഭിച്ചില്ല എങ്കിൽ ഭാവിയിൽ അവർക്ക് ഏത് മേഖലയിൽ ഉറച്ചു നിൽക്കണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് പല സംശയങ്ങൾക്കും അത് ഇടവരുത്തും. അത് അവരുടെ ഭാവി ജീവിതത്തിൽ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയേക്കാം. അപ്പോൾ ഒരു ഗൈഡൻസ് ആവശ്യമാണ്. അപ്പോൾ ഈ ട്രെയിനിങ് സെൻ്ററും ഈ നവീകരിച്ച ലൈബ്രറിയും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു വിലപ്പെട്ട നിധിയാണ്. അതെങ്ങനെ കുട്ടികൾ അതിനെ ഉപയോഗിക്കുന്നു, അധ്യാപകരെങ്ങനെ ആ കുട്ടികളെ ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യിക്കുന്നു എന്നതിനെയൊക്കെ ആശ്രയിച്ചിരിക്കും മറ്റ് വിഷയങ്ങൾ. ഒരു ഞങ്ങളെപ്പോലുള്ള വ്യക്തികൾക്ക്, അല്ലെങ്കിൽ ഞങ്ങളുടെ തലമുറയ്ക്ക്, ഞങ്ങളുടെ ആ പഠന കാലഘട്ടത്തിലെ ഒരു ഗൈഡൻസിൻ്റെ അഭാവം ഫീൽ ചെയ്തിരുന്നു. അന്ന് ഇപ്പോൾ മൊബൈൽ ഫോണും മറ്റ് ഇലക്ട്രോണിക് മാധ്യമങ്ങളും ഒന്നും ഇല്ല എന്ന് നിങ്ങൾക്കറിയാം. അന്ന് പത്രവും ഈ പല ജീവിതത്തിൻ്റെ പല മേഖലകളിൽ അനുഭവമുള്ള വ്യക്തികളുടെ ഉപദേശങ്ങളും മാത്രമേ ഞങ്ങൾക്കുള്ളൂ. പക്ഷേ ഇതൊന്നും കൃത്യസമയത്ത് ഞങ്ങളെപ്പോലെ പലർക്കും ലഭിക്കുകയുണ്ടായില്ല. ഒരു പരിധിവരെ ഞങ്ങളെപ്പോലെ ഞങ്ങളുടെ തലമുറയിൽപ്പെട്ട ചിലർക്കെങ്കിലും ഇത് ചില്ലറ ദോഷം ചെയ്തിട്ടുണ്ട്. അനുബന്ധമായി ഞങ്ങളുടെ പഠനകാലത്ത്, അതായത് 80കളുടെ അവസാനം, കൃത്യമായി പറഞ്ഞാൽ 88, 91 ആ സമയത്തൊക്കെ ബസ്സിൽ യാത്ര ചെയ്യുന്ന അവസരത്തിൽ യാത്രക്കാരൊക്കെ ഒരു കണ്ടക്ടറെ കുറിച്ച് തമ്മിൽ അടക്കം പറയുമായിരുന്നു. മറ്റൊന്നുമല്ല, അയാൾ BSc മാത്തമാറ്റിക്സ് നല്ല മാർക്കോടുകൂടി പാസ്സായ വ്യക്തിയാണ് എന്ന്. ഇത് ഡ്രൈവർ മുഖാന്തരം ഒരു 1-2 വ്യക്തികൾ അറിയുകയോ, അല്ലെങ്കിൽ ആ കണ്ടക്ടറുടെ ബന്ധുക്കൾ മുഖേന ഈ വാർത്ത ലീക്കാവുകയോ അതങ്ങനെ കാതോട് കാത് ഞങ്ങളിലേക്ക് പടരുകയായിരുന്നു. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ആ കണ്ടക്ടർക്കന്ന് ശരിയായൊരു ഗൈഡൻസ് കിട്ടിയിരുന്നെങ്കിൽ, സഹായവും ഗൈഡൻസും കിട്ടിയിരുന്നെങ്കിൽ അദ്ദേഹം മറ്റ് പല മേഖലകളിലേക്കും തിരിയുമായിരുന്നു, പ്രവർത്തിക്കുമായിരുന്നു. അപ്പോൾ എല്ലാ തൊഴിലിനും മഹത്വമുണ്ട്.
ഈ അദ്ദേഹം പ്രവർത്തിച്ച തൊഴിലും മോശമാണ് എന്നല്ല അർത്ഥമാക്കുന്നത്. കൂടിപ്പോയാൽ ഒരു ചെക്കിംഗ് ഇൻസ്പെക്ടർ, ഒരു ഒരേ പ്രമോഷൻ സാധ്യതയുള്ള തൊഴിലാണ് ഈ കണ്ടക്ടർ ജോലി. അദ്ദേഹം വിരമിക്കും മുമ്പ് ഒരു ഇൻസ്പെക്ടർ, ചെക്കിംഗ് ഇൻസ്പെക്ടറെങ്കിലും ആയോ എന്ന് സംശയമുണ്ട്. ഒരു ഗൈഡൻസിൻ്റെ അഭാവം പലപ്പോഴും വിദ്യാർത്ഥികൾക്ക് അവരുടെ ഭാവിയിൽ പല പ്രതികൂല സാഹചര്യങ്ങളും സൃഷ്ടിക്കുന്നു. അപ്പോൾ ഇവിടെയാണ് നെല്ലിശ്ശേരി ട്രസ്റ്റിൻ്റെ ഈ സംരംഭത്തെ മനസ്സുകൊണ്ട് നാം ഒക്കെ വണങ്ങിപ്പോകുന്നത്. ഇത് കുട്ടികളും അധ്യാപകരും ഇതിനെ പ്രയോജനപ്പെടുത്തുക എന്ന് മാത്രമേ നമുക്കൊക്കെ പ്രതീക്ഷിക്കാൻ വകയുള്ളൂ. ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വീണ്ടും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നമസ്കാരം.